നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലം ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്യാൻ ദൃശ്യമാധ്യമങ്ങൾ എത്താത്തതിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ തമസ്കരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പിണറായി വേങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കിഴത്തൂർ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മാധ്യമങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. ഇവിടെ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകൾ ഒന്നും തന്നെ കാണുന്നില്ല. കാണുന്നത് ചില സമൂഹ മാധ്യമങ്ങളുടെ ക്യാമറകൾ മാത്രമാണ്. നേരത്തെ പങ്കെടുത്ത പരിപാടിയിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും തന്നെ വന്നില്ല. നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാതിരിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഏതൊരു പരിപാടിയിലും ധാരാളം ദൃശ്യമാധ്യമങ്ങളെ കാണാറുണ്ട്. അത് കാലത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് താൻ പങ്കെടുക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ് ഇത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനെ വരാൻ കാരണം? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ജനം അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ നല്ല കാര്യങ്ങൾ അറിയിക്കാതിരിക്കാനാണ് നോക്കുന്നത്. ഇനി വാർത്ത വന്നാൽ തന്നെ അതിനെ വക്രീകരിച്ച് കാണിക്കാനാണ് ശ്രമം. ഇത്തരം ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തനം ത്വരിതപ്പെടുത്തണം. മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന ജനങ്ങൾ അറിയിക്കണമെന്നും പിണറായി വിജയൻ പറയുകയാണ്. നേരത്തെ കോട്ടയത്ത് നടന്ന KSTA സംസ്ഥാന സമ്മേളന വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഉയർന്ന ചെണ്ടമേളം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിച്ചിരുന്നു. ഏത് പരിപാടിയുടെ ഭാഗമായുള്ള മേളമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പ്രസംഗത്തിനിടെ പിണറായി പരസ്യമായി തന്നെ ചോദിച്ചു. നാടിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ പാടില്ല എന്ന മട്ടിലാണ് സ്വന്തം സംഘടനയിലെ ചിലർ തന്നെ ചെണ്ട കൊട്ടിയിരിക്കുക എന്നതെന്നും പിണറായി പരസ്യമായി തന്നെ കുറ്റപ്പെടുത്തി. അധ്യാപക സംഘടനയായ KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് ചെണ്ടകൊട്ടൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി ഈ പ്രതികരണങ്ങൾ നടത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിനിടെ പ്രകടനത്തിന്റെ ഭാഗമായി എത്തിയ ചെണ്ടമേളമാണ് മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കിയത്. കോട്ടയം തിരുനക്കര മൈതാനിയിലായിരുന്നു സമ്മേളനം. നിങ്ങളുടെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചെണ്ടകൊട്ടാണോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ചാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നത് ശ്രദ്ധിക്കാൻ പാടില്ല എന്ന മട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാർ ചെണ്ടയെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാരവാഹികൾ ഇടപെട്ട് ചെണ്ട കൊട്ടുന്നത് ഉടൻ തന്നെ നിർത്തി. ചെണ്ട നിർത്തിയതിൽ സന്തോഷമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. പ്രസംഗത്തിനിടെ ചെണ്ടമേളം ഉയർന്നതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ച കാര്യം. ചെണ്ട കൊട്ടിയവർക്കെതിരെ മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ രോഷം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊട്ടാണോ ഇത്? പറയുന്നത് ശ്രദ്ധിക്കാൻ പാടില്ല എന്ന മട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചെണ്ടയെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു പിണറായി മൈക്കിലൂടെ പരസ്യമായി ചോദിച്ചത്. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെക്കുറിച്ചും നാടിന്റെ അവസ്ഥയെക്കുറിച്ചും ഗൗരവമായി സംസാരിക്കുമ്പോൾ ഇത് ശരിയായ കാര്യമല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഗൗരവതരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തടസ്സമുണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി കർശനമായി തന്നെ പറയുകയും ചെയ്തു. അതേസമയം ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിക്കുകയും ചെയ്തു. പുസ്തകം നേരത്തെ അച്ചടിച്ചിറക്കുന്നത് തുഗ്ലക് പരിഷ്കരണം എന്ന ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ വിമർശനമേറ്റത്. പുസ്തകം നേരത്തെ അച്ചടിച്ചിറക്കിയതിനെ വിമർശിച്ച മഹാന്റെ മന്ത്രിസഭയുടെ കാലത്ത് പാഠപുസ്തകം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകിയ കാര്യം ഓർക്കണമെന്നായിരുന്നു പിണറായിയുടെ പരിഹാസം. ഗാന്ധിവധം കുട്ടികൾ പഠിക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നയമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗാന്ധിവധം കുട്ടികളിൽ നിന്ന് മറച്ചുവെക്കുകയാണ്. ഗാന്ധിയെ വധിച്ചവരെ വീരപുരുഷന്മാരായി ചിത്രീകരിക്കുകയാണ് കേന്ദ്രം എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് കഴമ്പുണ്ട് എന്ന് വേണം പറയാൻ. കാരണം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്കെതിരെ പോലീസ് നടപടി, പോലീസ് കൊണ്ടുപോകുന്നതും അദ്ദേഹത്തെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതും എല്ലാം ദൃശ്യമാധ്യമങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ നാട്ടിൽ നല്ല നടക്കുന്നത് മുഖ്യമന്ത്രി ചെയ്യുന്ന മാത്രം നല്ല കാര്യങ്ങളല്ല, മറ്റു നാട്ടിൽ നല്ല നടക്കുമ്പോൾ അതും കൂടി ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരികയും ജനങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലും പലയിടങ്ങളിലും മാധ്യമങ്ങൾ ശ്രദ്ധ പുലർത്താറില്ല എന്നും വ്യക്തമാവുകയാണ്.